മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. ഇന്ന് നമ്മുടെ അതിഥി രണ്ട് ബാലതാരങ്ങളാണ്. ഈ ബാലതാരങ്ങളിലേക്ക് വരാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഗെയിൽ വാതക പൈപ്പ് ലൈനിനെതിരെ സമരം ശക്തമാക്കുന്നു. സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഇന്ന് കൺവെൻഷൻ. 7 ജില്ലകളിൽ നിന്നുള്ളവർ കൺവെൻഷനിൽ പങ്കെടുക്കും. പി വി അൻവർ MLA-യുടെ നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടച്ച് റവന്യൂ വകുപ്പ്. ലംഘനങ്ങൾ ഓരോന്നായി പുറത്തു വന്നിട്ടും നടപടിയെടുക്കാൻ വകുപ്പ് തയ്യാറല്ല. മന്ത്രിസഭായോഗം മാറ്റിവെക്കാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വാദത്തെ തള്ളി മന്ത്രി VS സുനിൽകുമാർ. തീരുമാനം പെട്ടെന്നെടുത്തതല്ലെന്ന് മന്ത്രി. ചാണ്ടി പങ്കെടുത്താൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് തലേന്ന് അറിയിച്ചിരുന്നതായി മന്ത്രി. വെളിപ്പെടുത്തൽ റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ. സിംബാബ്വേയിൽ പ്രസിഡന്റിന് തിരിച്ചടി. സ്വന്തം പാർട്ടിയും കൈയൊഴിഞ്ഞതോടെ പ്രസിഡന്റ് സ്ഥാനം കൈവിടേണ്ടി വരും. രാജിയില്ലെങ്കിൽ ഇംപീച്ച്മെന്റിനെന്ന പാർട്ടി. മുൻ വൈസ് പ്രസിഡന്റ് എമേഴ്സൺ നങ്കാഗ്വ തിരിച്ചെത്തി. കലൂർ സ്റ്റേഡിയത്തെ മഞ്ഞക്കടലാക്കി മാറ്റിയ ആരാധകർക്ക് നിരാശ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സും അമർതൊമർ കൊൽക്കത്തയും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. സമനില സമ്മാനിച്ചത് പോൾ രാജ്ബുക്കിയുടെ മികച്ച സേവുകൾ. ഇന്നത്തെ നമ്മുടെ മോർണിംഗ് റിപ്പോർട്ടറിലെ അതിഥികളിലേക്ക് പോകാം. ഇന്നത്തെ അതിഥികൾ ചക്രമാവൻ കൊമ്പത്തെ എന്ന മലയാള സിനിമ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം ആരംഭിച്ചുകൊണ്ട് ഇന്നലെ റിലീസ് ചെയ്ത് ഇന്ന് പ്രദർശനം തുടരുന്ന ചക്രമാവൻ കൊമ്പത്തെ എന്ന ചിത്രത്തിലെ രണ്ട് ബാലതാരങ്ങളാണ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ടുള്ളത്. മറ്റാരുമല്ല, മാസ്റ്റർ ഗൗരവ് മേനോൻ, ഡെറിക് രാജൻ എന്നീ രണ്ട് ബാലതാരങ്ങളാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത്. രണ്ടുപേർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം ഗൗരവിലേക്ക്. നിരവധി അവാർഡുകളെല്ലാം വാങ്ങി സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമെല്ലാം നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ആളാണ് മാസ്റ്റർ ഗൗരവ്. ഗൗരവിന് ഏതാണ്ട് നിരവധി ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ചക്രമാവൻ കൊമ്പത്തെ എന്ന ചിത്രത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എങ്ങനെ കാണുന്നു ചിത്രത്തെ? ചക്രമാവൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ പടം എല്ലാവർക്കും, അതായത് കുട്ടികൾക്കുൾപ്പെടെ വലിയവർക്കും ഫാമിലിക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടി തല്ലൊന്നുമല്ല, അതിനപ്പുറം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പടമാണ് ചക്രമാവൻ കൊമ്പത്ത്. പിന്നെ എന്താ പറയുക, ജോയ് മാറ്റങ്കുളിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ അകത്ത് ഉത്തമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ പാട്ടുകൾ ഓൾറെഡി 2 പാട്ടുകൾ ഹിറ്റായി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ പടം ഇപ്പോൾ 6 തിയേറ്ററിൽ എന്തോ ഹൗസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഏറ്റെടുത്തല്ലേ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും കാണാത്തവർ, അതായത് കണ്ടവരുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോട് പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഡെറിക് രാജനിലേക്ക് വരുമ്പം, ഡെറിക്കിനെ സംബന്ധിച്ച് പറയുമ്പം ഡെറിക്ക് തീർച്ചയായിട്ടും ഒരു പുതുമുഖ ബാലതാരമാണ്. ഈ ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒപ്പം അഭിനയിച്ചിട്ടുള്ളത് സംസ്ഥാന നാഷണൽ അവാർഡുകൾ നേടിയിട്ടുള്ള മാസ്റ്റർ ഗൗരവ്. ഒപ്പം മറ്റ് സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പമാണ് ഡെറിക്കിൻ്റെ വരവ്. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? എൻ്റെ പേര് ഡെറിക് എന്നാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ചക്രമാവൻ കൊമ്പത്ത്. അതിപ്പോൾ ഇന്നലെ റിലീസായി. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജെൻട്രി തോമസ് എന്നാണ്. ഉത്തമൻ്റെ മീൻസ് ഗൗരവിൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. എൻ്റെ ഫാദറായിട്ട് കിഷോർ അങ്കിളാണ്. കുറേ ആഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മദറായിട്ട് മീരാൻ്റിയാണ്, മറ്റേ തന്മാത്രയ്ക്കകത്ത് മോഹൻലാലിൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്യുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹരിശ്രീങ്ങളാണെങ്കിലും ഗൗരവാണെങ്കിലും മീരാൻ്റി ആണെങ്കിലും എല്ലാവരും തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആയത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള വരവ് ഡെറിക്കിനെ സംബന്ധിച്ചിടത്തോളം? എൻ്റെ പപ്പയുടെ ചേട്ടൻ കിഷോറങ്ങൾ മുഖേനയാണ് ഞാൻ ഈ സിനിമയിലോട്ട് വരുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് സിനിമയിൽ എത്തിപ്പെട്ടാൻ പറ്റിയതിൽ. ഒരിക്കലും വിചാരിച്ചതല്ല ഈ സിനിമ ഫീൽഡിലോട്ട് ഞാൻ എത്തുമെന്ന്. എന്തായാലും ഡെറിക്കിനെ കുറിച്ചിട്ട് നിരവധി നല്ല അഭിപ്രായങ്ങളാണ് പുറത്തുനിന്നും കേൾക്കാൻ സാധിക്കുന്നത്. ചിത്രം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർ പറയുന്നു ഡെറിക് എന്നുള്ള ഒരു പുതുമുഖ ബാലതാരത്തിനേക്കാൾ ഉപരി ഉള്ള പെർഫോമൻസ് അല്ലേ മാസ്റ്റർ, അല്ലേ ഗൗരവ്? എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ ടീസർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മുടെ നാട്ടിലെ കുന്നുകളിൽ പലയിടത്തും നിധി ഉണ്ട് അത്രേ. സത്യം, ഇതെന്റെ അച്ഛൻ പറഞ്ഞതാ. ഈ നിധി എന്നൊക്കെ പറഞ്ഞ എന്തോരുണ്ടാവും? ചിലപ്പോ ഒരു കുന്നിക്കുരുവോളം, അല്ലേലും ഒരു കുന്നോളം. അതെവിടേക്കുള്ള 4 മമ്മൂക്കായ്ക്ക് മാത്രം അറിയൂ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ സിറ്റുവേഷൻ. ഈ വെക്കേഷൻ തീരുന്നവരല്ലേ ഉള്ളൂ. മമ്മി പറയുന്നൊന്ന് കേക്ക്. നമുക്ക് ആ വാഴപ്പള്ളി വേലാതിനെ ഇറക്കി കളിച്ചാലോ? അതാണ് നിങ്ങളുടെ പ്രശ്നം. കൊടുക്കുവാണേ 1.5 പണിയാണ് കൊടുക്കും.
നീ ഒരുപാട് തന്നെ അങ്ങനെ കിടക്കല്ലേ. ഇന്ന് സിറ്റി ചാനലിലെ ജ്യോതിഷ വിചാരം പരിപാടിക്ക് എന്നെ വിളിച്ചതാ. ഞാൻ അവിടെ പോവാണ്ട് ഇവിടെ വന്നതിന്റെ കാര്യം എന്താ? അവിടെ നേരത്തെ 300 രൂപയുടെ മടക്കണം ഞാൻ കിട്ടും. ഇവിടെ ആകുമ്പോ 600 രൂപ കടിയും കിട്ടും. ഞാൻ ആ ടൈപ്പല്ലട്ടാ. ഇനി എങ്ങാനും ഇത് ആവർത്തിച്ച നിന്നെ ഞാൻ വല്ല സെമിനാരിയിലും കൊണ്ടാക്കും. സമ്പാദ്യം അത് മാത്രമാണോ ജീവിതം? ആണോ? യെസ്, അത് മാത്രമാണ് എന്റെ ലൈഫ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ നിധി അയക്കലാക്കണം. അതിനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. കട്ട തോൽവിയാണ്ട. വണ്ടി ഇറങ്ങടാ. ഈ ഒരു കാലഘട്ടത്തിൽ മുമ്പോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കുറേ മനുഷ്യന് വേണ്ട കുറേ മെസ്സേജുകളാണ് ചിത്രത്തിലൂടെ നൽകുന്നത്. ഓരോ കഥാപാത്രവും അതിൻ്റെതായ രീതിയിലുള്ള മെസ്സേജുകൾ നൽകിയാണ് ചിത്രം മുമ്പോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ തലങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അധ്യാപകർ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾ അധ്യാപകരെയും കൊണ്ടുപോയി കാണിക്കേണ്ട ചിത്രമാണ് ഇതെന്ന് ആണ് പറയുന്നത്. ശരിക്കും അത്തരത്തിൽ ഒരു 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 സന്ദേശം നൽകിക്കൊണ്ടാണ് ചിത്രം കടന്നു പോകുന്നത്. എന്താണ് ഗൗരവിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതിനെക്കുറിച്ചിട്ട്? സത്യം പറഞ്ഞാൽ ചക്രാംഗപത്ത് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധ്യാപകർ കുട്ടികളെയും അധ്യാപകരെയും കാണിക്കുന്ന ഒരു പടമാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി കുറേ സ്കൂൾ കുട്ടികൾ കണ്ടിട്ടുണ്ട്, പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ മനസ്സിലാക്കാനുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ കുറേ കാഴ്ചകളും കാണാനുണ്ട്, പിന്നെ കുറേ മെസ്സേജ്. ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ഓരോ മെസ്സേജ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഹരിശ്രേഷ്ഠവനങ്ങളാണ്, പിന്നെ അമ്മയായിട്ട് അഞ്ജലി ആൻറ്റിയാണ്. അപ്പോൾ പിന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ കുട്ടികളിൽ, അതായത് സിറ്റിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയും പിന്നെ ഗ്രാമത്തിൽ വളർന്ന ഒരു കുട്ടിയും, അങ്ങനെ ഒരു ഡിഫറൻസ് ഒക്കെയാണ് കളത്തിൻ്റെ. അതിലൂടെ കുറേ മെസ്സേജ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഉപയോഗം ഉണ്ടാവും. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നല്ല ഉപയോഗം ഉണ്ടാവും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ചിലപ്പോൾ മാറിയേക്കാം. കാരണം ഈ പടത്തിൽ ഒരു ഫാമിലി ഉണ്ട്. അതായത് ഇപ്പോൾ ഡെറിക്കിൻ്റെ ഫാമിലി, അങ്ങനത്തെ ഫാമിലി ശരിക്കും ജീവിച്ചിരിപ്പുണ്ട്. അതായത് അങ്ങനത്തെ ഫാമിലി ശരിക്കും ഈ ലോകത്തുണ്ട്. കാരണം പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു അച്ഛനമ്മയും കുട്ടിക്ക് എങ്ങനത്തെ രീതിയിലുള്ള സംരക്ഷണമാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിൽ സന്തോഷങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് ഈ കഥ പറയുന്നുണ്ട്. ഓക്കെ, ചിത്രത്തിന് ശേഷമാണോ എന്നറിയില്ല, എന്തായാലും രണ്ട് ബാലതാരങ്ങളെയും ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് പക്വതയുള്ളവരോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് ആളുകൾ സിനിമയിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ അത്തരത്തിലൊരു രീതിയിലല്ല നിങ്ങളുടെ പ്രസൻറ്റേഷൻ കാര്യങ്ങളെല്ലാം. നിങ്ങൾ വളരെ പക്വമായ രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റങ്ങളെല്ലാം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചിട്ടയായിട്ടുള്ള നിങ്ങൾ ആ ഒരു സ്റ്റൈൽ അവലംബിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും സ്റ്റഡി ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നന്നായിട്ട് ബിഹേവ് ചെയ്യണം, എല്ലാവരും കാണുമ്പോൾ ചിരിച്ചു കാണിക്കണം, അങ്ങനെയൊക്കെ പേരൻസും പറയാറുണ്ട്. ഓക്കെ ഓക്കെ. ഗൗരവ് നന്നായിട്ട് പാടും, ഒരു പിന്നണി ഗായകൻ കൂടിയാണ് അല്ലേ? എന്തായാലും നമുക്ക് മോർണിംഗ് റിപ്പോർട്ടിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ചെറിയ ഗാനം. അതായത് ഈ സിനിമ തന്നെ ചക്രാംഗമ്പത്തിൽ തന്നെ ഒരു താരാട്ടുപാട്ടായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ യൂട്യൂബിൽ നല്ല വ്യൂസ് കിട്ടിയ ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് തന്നെ ഞാൻ പാടാം. ആ പാട്ടിൻ്റെ ആയിക്കോട്ടെ. മേലെ മാനത്താരോ ആരാരോ, നറുതിങ്കൾ താനോ പായും തേനും തൂകുന്നാരോ, മാറിത്തിങ്കൾ സ്നേഹക്കൂട്ടിൻ താരാട്ടാലോലം, നീലാംബരിമുത്തേ പൊന്നിന്നീനെ ചെറുതീരം കാറ്റിൻ കുസുതികളാമരുക നീ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ 3 പാട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ ടൈറ്റിൽ സോങ് ആണ്. അപ്പോൾ ഈ 3 പാട്ടും മ്യൂസിക് ചെയ്തിരിക്കുന്ന ബിജുബാലങ്ങളാണ്. അപ്പോൾ ബിജുബാലങ്ങൾ അതായത് ബിജുബാലങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ പാട്ടുകൾ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുണ്ട്. ഈ ഗാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നലെ അഞ്ജലി നായർ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾ രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ബെൻ എന്നുള്ള ചിത്രത്തിലല്ലേ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്തോ ഒരു നിങ്ങൾ തമ്മിലുള്ള എന്തോ ക്രാഷിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു, എന്തോ അന്ന് ദ്രോഹിക്കുന്ന ഒരു അമ്മയായിരുന്നു അല്ലേ? ഓക്കെ, ഇതിൽ വളരെ സ്നേഹമുള്ളൊരു അമ്മയാണ്. അപ്പോൾ ഒരുപാട് ആ ഒരു അന്നുണ്ടായിട്ടുള്ള ആ ഒരു നെഗറ്റീവ്സ് മാറ്റിയിട്ട് നല്ല പോസിറ്റീവ് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നൊക്കെ അഞ്ജലി നായർ പറഞ്ഞിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബെന്നെ കണ്ടിട്ട്
കുറേ ആൻറ്റിമാരൊക്കെ അഞ്ജലി ആൻറ്റി ശരിക്കും ഇതാക്കിയിരുന്നു, കാരണം ഇങ്ങനെയൊക്കെ ഒരു കൊച്ചിനെ ദ്രോഹിക്കാമോന്ന്. പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറാണ് അഞ്ജലി ആൻറ്റിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം, ഡെറിക്കിലേക്ക് വരുമ്പോൾ ഡെറിക്കും നിങ്ങൾ ബാലതാരങ്ങൾ എന്നുള്ളതിന് അപ്പുറത്തേക്കുള്ള ആളുകളാണ് നിങ്ങൾ. കാരണം ഒരുപാട് കഴിവുകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഇപ്പോൾ ഡെറിക്ക് വന്നിട്ടുള്ളത് ഗൗരവൻ അറിയൂ, ഇന്നിപ്പോൾ ചിത്രത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു മെസ്സേജുമായിട്ടാണ്. അത് മാജിക്കിലൂടെ ഒരു മെസ്സേജ് നൽകുന്നതിനോടാണ് ഡെറിക്ക് എത്തിയിട്ടുള്ളത്. ഡെറിക്കിൻ്റെ മാജിക്കും പ്രേക്ഷകർ കൂടി ഒന്ന് കാണിക്കാമോ? കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ പളുങ്ക് മുത്തുകൾ പോലെയാണ്. അത് നമ്മൾ എത്ര തകർക്കാൻ നോക്കിയാലും പറ്റത്തില്ല. അതിൻ്റെ അവസാനം കാണുമ്പോൾ മനസ്സിലാവും. ഓരോന്ന് കട്ട് ചെയ്യും. പറയുന്ന സ്ഥലത്ത് ഇതുപോലത്തൊരു ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്ന് പറയുകയും കൂടി ചെയ്യാമോ? പ്രേക്ഷകർക്ക് അറിയുന്നതിന് ആഗ്രഹമുണ്ടാവും. ഇപ്പോൾ ഗ്ലാസ്സിൽ ഈ പളുങ്ക് മുത്തുകൾ ഗ്ലാസ്സിലോട്ട് ഇട്ടേക്കുവാണ്, ത്രെഡ് മുറിച്ചിട്ട്. അപ്പോൾ ത്രെഡ് പുറകെ ഇടുവാണ്. ലാസ്റ്റ് വരുമ്പോൾ അടിപൊളി. വീണ്ടും ആ മുത്തുകൾ അതിൽ കോർത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ഈ മാജിക്ക് പഠിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ അവിടെ ഒരു പാർക്കുണ്ട്, അവിടുന്ന് ഒരു മജീഷ്യൻ ഉണ്ട്, എക്സ്പേർട്ട് ആയിട്ടുള്ള മജീഷ്യനെ വന്ന് പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ നിന്നാണ് ഒരു മാജിക്ക്. ഓക്കെ, എന്തായാലും ആ മെസ്സേജ് കൊള്ളാം അല്ലേ? ലാസ്റ്റ് വന്നപ്പോൾ എല്ലാവരും ഫാമിലി പിരിഞ്ഞു പോയത് കൂടി ചേർന്നു. അതാണ് മെസ്സേജ് ആയിരുന്നത്. ഡെറിക്കിൻ്റെ പുതിയ ആദ്യ ചിത്രമാണ് ഈ ചിത്രം. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? ഡെറിക്കിൻ്റെ സ്കൂള്, ഒപ്പം സ്കൂളിലെ കൂട്ടുകാർ, അധ്യാപകർ, ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എന്തായിരുന്നു പ്രതികരണം ഡെറിക്ക് ആദ്യ ഒരു ചിത്രത്തിൽ അഭിനയിക്കും? ഞങ്ങളുടെ പ്രിൻസിപ്പള് ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. ടീച്ചേഴ്സൊക്കെ പറഞ്ഞു ഇനിയും വേറെ സിനിമയിലൊക്കെ, പുതിയ സിനിമയിലൊക്കെ വരണം, നന്നായിട്ട് ആക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഫ്രണ്ട്സും കുറേ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഇഷ്ടമാണ് ഞാൻ സിനിമയിൽ ആക്ട് ചെയ്യുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചി, അനിയത്തി, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി. ഇത്രയും പേരാണുള്ളത്. ഗൗരവിൻ്റെ വീട്ടിലാരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടിൽ അച്ഛനമ്മ, ചേട്ടൻ. ഓക്കെ, ഗൗരവിൻ്റെ സ്കൂൾ തലത്തിലേക്കൊക്കെ പറയുമ്പോൾ ഗൗരവ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു അമാനുഷിക വ്യക്തിത്വമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗൗരവ് ഒരു ആക്ടർ എന്നതിനേക്കാൾ ഉപരി സ്പോർട്സ് രംഗത്ത് അല്ലേ, സ്കേറ്റിംഗ് രംഗത്ത്, ഒപ്പം നീന്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ, അല്പം ഗാനം, പാടാനുള്ള കഴിവ്, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു സജീവ സാന്നിധ്യമാണ് അല്ലെങ്കിൽ ശ്രദ്ധേയമാണ് ഗൗരവിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ലൈഫിൽ, ഈ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ NCCയിൽ ജോയിൻ ചെയ്തു, അതിലെന്തോ അവാർഡ് എന്തോ ലഭിക്കുകയുണ്ടായി. അങ്ങനെ കൈ തൊടുന്ന വയ്ക്കുന്ന മേഖലകളിലെല്ലാം തന്നെ എന്താ പറയുക, ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് മാസ്റ്റർ ഗൗരവ് കാഴ്ചവെക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു കഴിവിനെ? അതിപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു മേഖലയിൽ പോകണം എന്ന് തോന്നി, അപ്പോൾ ഞാൻ അത് ചെയ്തു. അതിപ്പോൾ എന്നെക്കൊണ്ട് മാത്രമല്ല, അതായത് ഇപ്പോൾ ഈ വേൾഡിലുള്ള ഈച്ച് ആൻഡ് എവറി ചൈൽഡിലും അത് പറ്റും. കാരണം പക്ഷെ അതിനാരും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നമ്മളറിയാത്ത നമ്മളെ ചുറ്റും കുറേ മേഖലകൾ. ഗൗരവനുണ്ടായിട്ടുള്ള ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു ദിവസം എന്നാണ്, അല്ലെങ്കിൽ എന്തിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളത്? എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ നാഷണൽ അവാർഡ് മേടിക്കാൻ പോയപ്പോൾ അവിടെ അമിതാഭ് ബച്ചൻ സാറിനെ എനിക്ക് ഷെയ്ക്കാൻ കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബി, അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ബിഗ് ബി എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഷെയ്ക്കാൻ കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ, അതായത് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് ഹോണറബിൾ പ്രസിഡന്റ് പ്രണബ് മുഖർജീനെ കാണാൻ പറ്റി. അപ്പോൾ അതെല്ലാം ലൈഫിൻ്റെ ഓരോരോ മൂമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അതൊന്നും ഞാൻ മുൻകൂട്ടി കണ്ടിട്ടില്ല, എല്ലാം ഇങ്ങനെ യാദൃശ്ചികമായി നടന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ചിത്രത്തിലെ ഒരു ഗാനം കൂടി കേൾക്കാം. ഇന്നലെ റിലീസ് ചെയ്തു, നിറഞ്ഞ സദസ്സുകളാണ് ചിത്രം പ്രദർശനം തുടരുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഏതാണ്ട് 10ഓളം തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയിരുന്നു ചിത്രമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മോർണിംഗ് റിപ്പോർട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാനമായിട്ട് പ്രേക്ഷകരോട് രണ്ടുപേർക്കും എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറയും. ആദ്യം ഗൗരവ് തന്നെ പറയും. പ്രേക്ഷകരോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ, എന്തായാലും ആ ഒരു 2 മണിക്കൂർ ബോറടിക്കില്ല. അതുമാത്രമല്ല, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഒരു ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോ മെസ്സേജും കിട്ടും. പിന്നെ ഇപ്പോൾ വലിയവർക്കാണെങ്കിലും, അതായത് ഇപ്പോൾ വലിയവർക്ക് അവരുടെ, അതായത് പഴയ മാങ്ങ ഉറക്കലും, പിന്നെ തെറ്റാലി വെച്ചിട്ട് മാങ്ങ ഒട്ടിക്കലും,
പിന്നെ അതൊക്കെ കഴിക്കലും പിന്നെ പഴയൊരു സൗഹൃദം അതൊക്കെ അതൊരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും പഴയ ഇപ്പോൾ വലിയവർക്കാണെങ്കിൽ അവരുടെ ഫ്ലാഷ് ബാക്ക് ഓർക്കാം, കുട്ടികൾക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ സിനിമയിലൂടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഓരോ ഗ്രാമങ്ങളാണ്. ഇപ്പോൾ നേരെ കുറച്ച് ഒരു സാധാരണ ഒരു ഓർഡിനറി ലൈഫ് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ ആ സിറ്റിയിൽ വരുന്ന ഒരു മേഖലയിൽ ഗെയിംസും അത് മാത്രമായിട്ട് പോകുന്ന വീഡിയോ ഗെയിംസും മാത്രമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിനിമകൾ കാണുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടി വ്യത്യസ്തമായ ക്യാരക്ടറും വ്യത്യസ്തമായ നാടുകളും കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ, എല്ലാവരും പോയി കാണാം. കാരണം കുട്ടികളുടെ സിനിമ, അതായത് കുട്ടികളുടെ സിനിമ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ കുട്ടികൾ അഭിനയിക്കുന്ന സിനിമ ശരിക്കും കുറവാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഈ ഒരു മേഖലയിൽ കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരാണ് കുട്ടികളുടെ സിനിമേനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആ വലിയൊരു സിനിമയുടെ ഒപ്പം തന്നെ നിർത്തി നിങ്ങൾ കുട്ടികളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ പടം ഇപ്പോൾ ഇന്നലെ തുടങ്ങി തിയേറ്ററുകളിലുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ തിയേറ്ററിലും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും പോയി കാണണം. ഞങ്ങളുടെ ചക്കരാങ്കൊമ്പത്ത് ടീമിനെയും എന്നെയും ലൈഫ് ലോങ് സപ്പോർട്ട് ചെയ്യണം. ഡെറിക്കിന് എന്താ പറയാനുള്ളത്? ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതൊരു കുട്ടികളുടെ സിനിമ മാത്രമല്ല, ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു സിനിമയാണ്. എറണാകുളത്ത് പൊതുവേ ഒരു തിയേറ്റേഴ്സ് ഹൗസ്ഫുള്ളാണെന്നാണ് കേട്ടത്. വളരെ സന്തോഷമുണ്ട് ഇത് കേട്ടതിൽ. അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഓക്കെ. പുറങ്ങളിലെ ജീവിതവും ആ ജീവിതത്തിലൂടെ കുട്ടികളിലും ഒപ്പം മുതിർന്നവരിലും എല്ലാം ഉണ്ടായിത്തീരേണ്ട കുറേ ഗുണങ്ങൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കുറേ ഉണ്ടാവേണ്ട കുറേ നല്ല കുറേ ഗുണങ്ങളും അതെല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രം ആണ് ചക്രമാവൻ കൊമ്പത്ത്. എന്തായാലും ചക്രമാവൻ കൊമ്പത്ത് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത്. എല്ലാവിധ ആശംസകളും ചിത്രത്തിന് നേരുന്നു. ഒപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിനും നന്ദി അറിയിക്കുന്നു ഇരുവർക്കും. മോർണിംഗ് റിപ്പോർട്ടർ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.